നമ്മുടെ പുസ്തക ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ സമയം വളരെ പരിമിതമാണ്, അതുകൊണ്ട് ഞാൻ സ്വാഗതത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഒറ്റ വാക്കിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തക ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കുന്നത് നമ്മുടെ MG രാധാകൃഷ്ണൻ സാറിനെയാണ്. സ്നേഹപൂർവ്വം സാറിനെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ വാസ്തവത്തിൽ പുസ്തകം വിശദമായി വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഹരീഷ് പുസ്തകങ്ങൾ എത്തിച്ചത്. പുസ്തകങ്ങളുടെ സ്റ്റോക്ക് തീർന്നു പോയതുകൊണ്ടാണ് വൈകിയതെന്ന് പറഞ്ഞു. പക്ഷേ തീർച്ചയായിട്ടും ആ പുസ്തകം ഉള്ള സമയം കൊണ്ട് പുസ്തകം ഒന്ന് ഓടിച്ചു വായിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങളെടുത്ത് വായിക്കാനോ മാത്രമാണ് കഴിഞ്ഞത്. പക്ഷേ വായിച്ചിടത്തോളം വാസ്തവത്തിൽ അത്യുജ്വലമായ 2 പുസ്തകങ്ങളാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ല. മലയാളത്തിൽ മാത്രമല്ല, ഇത് ഞാൻ രാജശേഖരൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു, രാജശേഖരൻ പറഞ്ഞു വാസ്തവത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ മലയാളികളല്ലാത്ത ഒരു വലിയ ലോകത്ത് ഈ കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഈ ചരിത്രവും സാഹിത്യവും ഒക്കെ തമ്മിലുള്ള ഈ വലിയ ഒരു ലോകത്തെ പരിചയപ്പെടുത്തുന്ന ഒരുപക്ഷെ ആദ്യത്തെ പുസ്തകമൊന്നോ അല്ലെങ്കിൽ വളരെ ചുരുക്കം പുസ്തകങ്ങളിലൊന്നോ എന്നുള്ളതിനെപ്പറ്റി ഇതാണ് ഇതിനൊരു വലിയ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, എൻ്റെ ഒരു വലിയ പ്രസക്തി ഈ പുസ്തകത്തിന് നൽകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ അത് മാത്രമല്ല, അത് വളരെ തീർച്ചയായിട്ടും ഉണ്ട്. വാസ്തവത്തിൽ മലയാളത്തിൽ തന്നെ ഈ 2 വിഷയങ്ങൾ ഇത്ര വിശദമായും സമഗ്രമായും ഒരു അക്കാദമിക കാഴ്ചപ്പാടിലൂടെയും അക്കാദമിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ഈ ഒരു വലിയ വിശകലനം വാസ്തവത്തിൽ വളരെ അസാധാരണമായ ഒന്നാണെന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ വളരെയധികം ആഴവും വളരെയധികം ഉൾക്കാഴ്ചകളും ഒക്കെ നൽകുന്ന ഒരു വലിയ സംഭാവനയാണ് ഈ 2 പുസ്തകവും ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പലരും ഇവിടുത്തെ മെയിനായിട്ട് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവർക്കറിയാവുന്നതായിരിക്കും ഈ വിഷയം. പക്ഷേ അതിൽ 2 പ്രത്യേകിച്ച് അതിൻ്റെ കേരളത്തിൻ്റെ ആധുനികത, ചിലരത് നവോത്ഥാനം എന്ന് വിളിക്കുന്നു, ആധുനികതയുമായി ബന്ധപ്പെട്ട വാസ്തവത്തിൽ ഏറ്റവും അധികം ചർച്ചകളും സംഭാഷണങ്ങളും തർക്കങ്ങളും വിവാദങ്ങളുമൊക്കെ നടക്കുന്ന ഒരു ഘട്ടമാണിത്. അതിൻ്റെ ആധുനികതയെ സംബന്ധിച്ച ഒരു പക്ഷേ വളരെയധികം കാഴ്ചപ്പാടുകളിലൂടെ ഈ ആധുനികതയെ സമീപിക്കാനും ഈ ആധുനികതയുടെ ഇടർച്ചകളും തുടർച്ചകളും വിച്ഛേദങ്ങളും അതിൻ്റെ സങ്കീർണതകളും സന്ദിഗ്ധതകളും ഒക്കെ വാസ്തവത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്ന പല രീതിയിൽ, സാഹിത്യത്തിൻ്റെ രീതിയിലും അനുഭവത്തിൻ്റെ രീതിയിലും. കാരണം നമുക്ക് ദൈനംദിന ജീവിത അനുഭവം തന്നെ വാസ്തവത്തിൽ ഇന്ന് നമുക്ക് കാണുന്നത് നമ്മുടെ മോഡേണിറ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ ആധുനികതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന, ഇപ്പോൾ കൃത്യമായി മീന ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആധുനികതയുടെ ഈ വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ മെസ്സി എന്ന് പറഞ്ഞ വാക്ക്, കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥ, അതിൻ്റെ അധികാരഘടനകളുമായിട്ടുള്ള അതിൻ്റെ ബന്ധം, അധികാരഘടനകളുടെ എന്താ പറയുക, ചില ഒളിച്ചു വെക്കലുകൾ അല്ലെങ്കിൽ അതിൻ്റെ അനുരഞ്ജനങ്ങൾ, ഈ പല കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള അധികാര ഘടനകളുമായിട്ട് ഇതെങ്ങനെയാണ് ഈ നമ്മുടെ മോഡേണിറ്റി മുമ്പോട്ടും പുറകോട്ടും ഒരുപാട് തിരിച്ചടികളും മുന്നോട്ട് പോക്കും പിന്നോട്ട് വരലും ഒക്കെ ആയിട്ടുള്ള നീണ്ട ആ യാത്ര, ആ ഒരു റോളർ കോസ്റ്റർ റൈഡ് എന്ന് പറയുന്ന ഈ ആധുനികതയുടെ വളരെ കൃത്യമായ ചില കാഴ്ചപ്പാടിലൂടെ അതിനെ അളക്കാനുള്ള ശ്രമമാണ്. അത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ വലിയൊരു സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. സംഭാവനയാണെന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദൈനംദിന ജീവിത അനുഭവത്തിൽ ഒരുപക്ഷെ 100 വർഷം മുമ്പ് പരിഹരിക്കപ്പെട്ടതെന്നോ അഭിസംബോധന ചെയ്യപ്പെട്ടോ എന്നുള്ള പ്രശ്നങ്ങൾ എത്രയോ ഇന്നും നമ്മളെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമ്മളെ അത് ബാധിക്കുന്നു, അത് നമ്മളെ മാറ്റിമറിക്കുന്നു എന്നുള്ളതിൻ്റെ എല്ലാം ഉള്ള ഒരു പഠനമാണ്. അത് പ്രത്യേകിച്ചും അതിൻ്റെ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കാഴ്ചപ്പാടിലൂടെ ഈ പ്രതിഭാസത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ നടത്തുന്ന വളരെ സമഗ്രമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള വളരെ അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യവും
ലിംഗപരവും സദാചാരപരവും ഒക്കെ ആയിട്ടുള്ള പിന്നെ വശങ്ങളിലൂടെയുള്ള യാത്രയാണ്. അത് വളരെയധികം ആവശ്യമുള്ളൊരു കാലമാണ്. എന്തുകൊണ്ടാണ് 2025 പുരുഷൻ അമ്പലത്തിൽ കയറുന്ന വസ്ത്രം ധരിച്ചു വേണമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ തർക്കം വിഷയമായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിപ്പം മാത്രമല്ല അതൊരു ഒരു സമവായമാണ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒട്ടുമല്ല എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ്. അത് വസ്ത്രം ധരിച്ച് അമ്പലത്തിൽ കയറുന്നതാണ് ഭേദം ഒരാൾ പറയുന്നു. എന്നാലത് പറയാൻ പോലും പാടില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തലത്തിലുള്ളവർ പോലും ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ നാളെ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന മറ്റൊരു നേതാവാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി എന്ന് ധരിക്കുന്നത് വാസ്തവത്തിൽ എത്രമാത്രം പിന്നോട്ടാണ് പോയത്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെങ്കിലും എത്രമാത്രം പിന്നോട്ട് പോകുന്നു എന്നുള്ളതെല്ലാം വാസ്തവത്തിൽ അതിൻ്റെ ഈ ഒരു അന്വേഷണത്തിന് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഉത്തരം തേടാനുള്ള ഒരു വഴി വാസ്തവത്തിൽ മീരയുടെ പുസ്തകത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരള മോഡേണിറ്റിയെക്കുറിച്ചുള്ള ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അതുണ്ട്. ഓരോ കാലഘട്ടത്തിൻ്റെയും ധാർമ്മികമായിട്ടുള്ള ധാരണകൾ, വിശ്വാസങ്ങൾ, മൂല്യ പ്രമാണങ്ങൾ, ഓരോ കാലഘട്ടത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹിക അധികാര ഘടന എങ്ങനെയാണിത് മാറ്റി തീർക്കുന്നത്, അല്ലെങ്കിൽ വാസ്തവത്തിൽ അതൊരു ആർക്ക് സംശയമില്ലാത്തൊരു കാര്യം എന്ന് തോന്നിയിരുന്ന ഒരു കാര്യം കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങനെയല്ല. എന്താണ് ഒരു ആചാരത്തിനുണ്ടാവുന്ന ആചാരങ്ങൾ എന്തുകൊണ്ടാണ്, അതിൻ്റെ കൃത്യമായ വളരെ ട്രഡീഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഏതൊക്കെ ട്രഡീഷനാണ്, നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് എങ്ങനെയാണ് ട്രഡീഷൻസിനെ സ്വീകരിക്കുന്നത്, ചില ട്രഡീഷൻസിനെ നമ്മൾ തള്ളിക്കളയുന്നത്, ഇതെല്ലാം വാസ്തവത്തിൽ ഈ പുസ്തകത്തിൻ്റെ വിശദമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള പഠനത്തിൽ കാണിക്കുന്നുണ്ട്. അത് സാഹിത്യത്തിൻ്റെ ആദ്യകാലം മുതൽ, ഇന്ദുലേഖ മുതൽ ഇന്നത്തെ ടെലിവിഷൻ കാലം വരെ നീളുന്ന ഈ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ മാറി മറിഞ്ഞു വരുന്ന കാര്യം എന്നുള്ളത് കൃത്യമായി സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ പുസ്തകം ഇതുപോലെ തന്നെ ഏതാണ്ട് അതുമായിട്ട് ഒരു ജൈവിക ബന്ധമുള്ളതാണ് രണ്ടാമത്തെ പുസ്തകം. അത് മീര എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. അതിൽ ഒരുപാട് വളരെ ഗംഭീരമായിട്ടുള്ള ലേഖനങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലും ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ്റെ ഒരു ഭാഷാപരമോ സാഹിത്യപരമോ ആയിട്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് അപ്പുറത്ത് അതെങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ സാമൂഹ്യ സംഗതികൾ പ്രക്രിയയായിട്ട് മാറുന്നു, ഒരു ആക്റ്റാവുന്നു, അതെങ്ങനെ അതിൻ്റെ തന്നെ ഒരു സ്വന്തം ജീവൻ ഉൾക്കൊള്ളുന്ന ഒരു റോൾ അതിനെങ്ങനെ ഉണ്ടാവുന്നു, അത് രാഷ്ട്രീയത്തിനും സാമൂഹ്യ തലത്തിനും അപ്പുറത്ത് എന്തൊക്കെ തരത്തിലാണ് ഒരു രചന, ഒരു തർജ്ജമയ്ക്കപ്പുറത്ത് അതൊരു റീറൈറ്റിംഗ് ആവുന്നത്, ഒരു പുനഃസൃഷ്ടിയായി മാറുന്നത്. ആ പുനഃസൃഷ്ടിയാകുമ്പോൾ ആ ഒറിജിനൽ അതിൻ്റെ സാഹിത്യത്തിൽ അല്ലെങ്കിൽ മൂലകൃതിയിൽ നിന്ന് അതെങ്ങനെ വ്യത്യാസപ്പെടുന്നു, അതെന്തുകൊണ്ട് ബോധപൂർവം വ്യത്യാസപ്പെടുന്നു, അതല്ലാതെ ബോധപൂർവം അല്ലാതെ തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ അനുസരിച്ച് ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ലാവണ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സദാചാരപരമായിട്ടുള്ള മൂല്യങ്ങളെ എങ്ങനെയാണ് ആ നെഗോഷിയേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കൊള്ളക്കൊടുക്കലുകൾ നടക്കുന്നത്, അറിയാതെ എങ്ങനെ മാറ്റി തീർക്കുന്നു. അങ്ങനെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യവും അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു കർമ്മം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് എങ്ങനെയാണ് ഉണ്ടായി മാറുന്നത് എന്നുള്ളതിൻ്റെ വളരെ രസകരമായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള, അതിൽ ഞാൻ പ്രത്യേകിച്ച് വായിച്ചത് നിർമ്മാല്യത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് നമ്മൾ MT മരണത്തിന് ശേഷമുള്ള MT ലോകത്ത് നിന്ന് കഴിഞ്ഞുകൊണ്ട് അത് പ്രത്യേകം തിരഞ്ഞെടുത്ത് വായിച്ചു. അത് മീന തന്നെ പറയുന്നത് അതൊരു ഫാസിനേറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അതിനെപ്പറ്റിയുള്ളൊരു പഠനം വാസ്തവത്തിൽ രചന തന്നെ മീനയുടെ ലേഖനം തന്നെ വാസ്തവത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലേഖനത്തിലോ പല ലേഖനങ്ങളിലുണ്ടെങ്കിൽ മീനയുടെ തന്നെ പലതും ഉണ്ടെങ്കിൽ ഇതൊരു വളരെ സവിശേഷ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത് എങ്ങനെയാണ് അഡാപ്റ്റേഷൻ, അത് ട്രാൻസ്ലേഷൻ്റെ മറ്റൊരു ഭാഗമായ അഡാപ്റ്റേഷനിൽ എങ്ങനെയാണ് ഈ ഘടകങ്ങളൊക്കെ പ്രവർത്തിച്ചത്. 1954 എഴുതിയ അദ്ദേഹത്തിൻ്റെ കഥ എങ്ങനെയാണ് 73-ലെത്തിയപ്പോൾ 20 വർഷത്തിന് ശേഷം മാറിയപ്പോൾ ആ കഥ എങ്ങനെ മാറി, ആ കഥ എങ്ങനെ പൂർണ്ണമായിട്ടും
ഒരേ തരത്തിലുള്ള ഏതാണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നറേറ്റീവ് സ്ട്രക്ചർ ആണെങ്കിലും ആ ഒരേ തരത്തിലുള്ള ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ. മീന തന്നെ പറയുന്ന പോലെ ആ കഥ വാസ്തവത്തിൽ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അവിടെ നിന്ന് ആ സിനിമ തിരക്കഥ മറ്റൊന്നായിട്ട് പറന്ന് ഒരു അനന്തമായ വിഹായസിലൂടെ പറന്നു വരുന്നു. അതെങ്ങനെ അത് അന്ന് 54 കാണാത്ത 54 കേരളം പറഞ്ഞിട്ടില്ല, ഭൂപരിഷ്കാരം വന്നിട്ടില്ല, കേരളത്തിൻ്റെ ഫ്യൂഡൽ സിസ്റ്റത്തിന് എന്താ പറയുന്നത് അതിന് ശേഷമുണ്ടായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നതൊരു അതിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പഠനമായിട്ടോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് അന്നത്തെ ആ സിസ്റ്റത്തിൻ്റെ ആ ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള സദാചാരപരമായിട്ടുള്ള നോട്ടത്തിലാണെങ്കിൽ പിന്നീട് 20 വർഷം കഴിഞ്ഞപ്പോൾ MT തന്നെ ആ രചനയെ ഒരു മാജിക്കലായിട്ട് എങ്ങനെ മാറ്റി തീർത്തു. അതിൻ്റെ ഭാഷയിലെങ്ങനെ മീന പറയുന്നത് ആ ഭാഷ MTയുടെ പറഞ്ഞ പോലെ MTയെ പറ്റി പറയുമ്പോൾ ഈ വാക്കുകളുടെ ഒരു ധാരാളിത്തം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും അതിൻ്റെ ഒരു ആവശ്യത്തിൽ അധികമുണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നുന്നതാണ് MTയുടെ മറ്റ് രചനകൾ. പക്ഷേ ഇതെങ്ങനെ ഒരു സിനിമയായപ്പോൾ നിർമാല്യമായപ്പോൾ അദ്ദേഹം എങ്ങനെ തൻ്റെ ആദ്യത്തെ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം എങ്ങനെയാണ് അദ്ദേഹം മറ്റൊരു രൂപത്തിൽ വാക്കുകളെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് അത് ദൃശ്യങ്ങളുടെയും വിഷ്വൽസിൻ്റെയും ഇമേജറികളുടെയും ഒരു വലിയ ഗംഭീരമായിട്ടുള്ളൊരു സംഗതിയാളി മാറ്റി. ഒരു വശത്ത് അതിനോടൊപ്പം തന്നെ എങ്ങനെ അദ്ദേഹം അത് അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള, കാരണം 54 ശേഷം വന്ന കാലഘട്ടം അറിയാമല്ലോ, 10 വർഷത്തിൽ 20 വർഷത്തിനിടയിൽ കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ഒക്കെ മാറി, കേരളം പ്രത്യേകിച്ചും ഈ മാറിയ തരത്തിൽ എങ്ങനെയാണ് അതിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ അത് മറ്റൊരു രീതിയിലുള്ളൊരു കഥയായിരുന്നെങ്കിൽ പിന്നീട് നിർമാല്യമായപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യമായിട്ടുള്ള അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം എങ്ങനെ അത്ഭുതകരമായിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി അത് മാത്രമല്ല MT ഈ പറഞ്ഞ പോലെ ചില വളരെ വലിയ മാറ്റങ്ങൾ മൂലം കൃതിയിൽ നിന്ന് എങ്ങനെ കൊണ്ടുവന്നു, അതെങ്ങനെ ആ കൃതിയെ മറ്റൊരു വലിയ ഒരു പൊളിറ്റിക്കൽ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള മറ്റൊരു ഘട്ടത്തിലേക്ക് മറ്റൊരു പാരഡൈമിലേക്ക് അതെങ്ങനെ മാറ്റി എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി അതിൽ ചില തിരഞ്ഞെടുത്ത എന്താ പറയുക ഒരു കാസ്റ്റിംഗ് പോലും എങ്ങനെ അതൊരു പെർഫോമേറ്റീവായിട്ട് ഈ തർജ്ജമ എങ്ങനെ മാറ്റിയെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു അഡാപ്റ്റേഷൻ്റെയും ട്രാൻസ്ലേഷൻ്റെയും ഈ മറ്റൊരു ജീവിതം, ഒരു ആഫ്റ്റർ ലൈഫ്, അതായത് അത് തന്നെ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒറിജിനൽ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് അതിൻ്റെ തർജ്ജമയും അഡാപ്റ്റേഷനും മാറുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ പരിസരത്തിൻ്റെ, നമ്മുടെ സന്ദർഭത്തിൻ്റെ, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സന്ദർഭത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് അതിൻ്റെ മറ്റൊരു രൂപമായിട്ട് മറ്റൊരു പ്രതിഭാസമായിട്ട് അതെങ്ങനെ മാറുന്നത് എന്നൊക്കെയുള്ള വളരെ വാസ്തവത്തിൽ അത്ഭുതകരമായ കേരളത്തിലെ ഇങ്ങനെ കൃതികളെക്കുറിച്ച്, കേരളത്തിൻ്റെ ഇങ്ങനത്തെ രചനകളെക്കുറിച്ച് ഈ തരത്തിലുള്ള പഠനങ്ങൾ ഞാനധികം കണ്ടിട്ടില്ല. രാജശേഖരനെ പോലെയുള്ള വിദഗ്ധന്മാരുണ്ടാവും, അറിയാമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ലോകങ്ങളാണ് മലയാളത്തിൻ്റെ, കാരണം മറ്റ് നാടുകളിലെ ഇതുപോലത്തെയുള്ള കൃതികളെ പറ്റി ഇങ്ങനെയുള്ള പഠനങ്ങളുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചുള്ള ഒരു വായനക്കാരനെ സംബന്ധിച്ചുള്ള സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ലോകങ്ങൾ, ഒരു ലോകമല്ല 1000 പുതിയ ലോകങ്ങളാണ് ഒരു ചെറിയ കൃതികളിൽ നിന്ന് മീന തുറന്നു തന്ന. മീന മാത്രമല്ല ഇതിൻ്റെ ഇതിനകത്ത് സംഭാവന ചെയ്തിരിക്കുന്ന മറ്റെഴുത്തുകാരും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയണം. ഒരു കാര്യത്തിനെപ്പറ്റി എനിക്ക്, കാരണം മീനയുടെ വളരെ അക്കാഡമിക് ആയിട്ടുള്ള രചനയായതുകൊണ്ട് അത്ര എളുപ്പത്തിൽ വായനയ്ക്ക് വഴങ്ങുന്നതൊന്നും ആണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ സാധാരണ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്. അപ്പോൾ അതിൽ ഈ ചോദിക്കാനുള്ളത് ഈ പ്രത്യേകിച്ച് നിർമാല്യത്തിലെ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ അവസാനത്തെ സീനിൽ അവരുടെ ശരീരം കൊടുക്കാൻ നിർബന്ധിതരാകുന്നതിൻ്റെ പിന്നിൽ ഒരു പാട്രിയാർക്കിയുടേതായ ഒരു ലോജിക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മിസോജിനിസ്റ്റിനെ എവിടെയോ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓടിച്ചു വായിച്ചതാണ്, രണ്ടാമത് വായിക്കാൻ സമയം കിട്ടിയില്ല. അത് എന്താണ് മീന ഉദ്ദേശിച്ചത്? MTയിലെ പാട്രിയാർക്കലായിട്ടുള്ള സമീപനമാണോ അതിനകത്തുണ്ടായത്? MTയിലെ മിസോജിനിസ്റ്റാണ് അവിടെ തലപൊക്കിയിരിക്കുന്നത്. കാരണം അത് അദ്ദേഹം പലതവണ നേരിട്ടുള്ള ഒരു ആരോപണമാണ്. അത് വളരെ സാധുവായ ആരോപണമാണ് പലപ്പോഴും. അത് MT പോലും തള്ളിക്കളഞ്ഞെടുത്തില്ല. ഞാനെന്ത് ചെയ്യാൻ, എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസാക്ഷി, എൻ്റെ മൂല്യബോധം കരിപ്പിടിപ്പിച്ചത് എങ്ങനെ എന്നനുസരിച്ച് ഞാൻ എഴുതി പോവുകയാണ്. ഞാൻ എന്നോട് എന്തായാലും സത്യസന്ധനാണ്, മറ്റതെല്ലാം നിങ്ങൾക്ക് വിടാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതാണ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി കിട്ടാൻ കുറച്ചുകൂടെ മീന ചെയ്തു തരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇനി അടുത്ത രാജശേഖരൻ അത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആൾ കുറവാണ് എന്ന് നിങ്ങൾ ആരും ദുഃഖിക്കരുത്. ഒന്നാമത് വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ഒരാൾക്കൂട്ടത്തിന് മുമ്പിൽ ചർച്ച ചെയ്യാനുള്ളതല്ല. ഈ പുസ്തകത്തിലെ വലിയ ആൾക്കൂട്ടങ്ങളെ മാറ്റിമറിക്കാനുള്ള ആശയങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഒരു വലിയ രാജ്യത്തെ മാറ്റിമറിച്ച അല്ലെങ്കിൽ ലോകത്തെ മാറ്റിമറിച്ച ഒരാശയവും മൈതാന പ്രസംഗങ്ങളിലോ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ പുസ്തകങ്ങളിലോ അല്ല രൂപപ്പെട്ടത്. ആണോ? ആ മൂലധനമൊക്കെ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ആരും വായിച്ചിട്ടില്ല ശരിക്കും, അല്ലേ? ആരും വായിക്കാത്ത പുസ്തകങ്ങളിലൊന്നും അത്. അപ്പോൾ അത്തരം സീരിയസ് ആയ ഡിസ്കോഴ്സസ് നടത്തുമ്പം, പ്രത്യേകിച്ചും അക്കാഡമിക് ഡിസ്കോഴ്സസ്, അതൊരു ചെറിയ സമൂഹത്തിനകത്താണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ ഒരാൾക്കൂട്ടമാണെന്നല്ല, വളരെ സീരിയസ് ആയ പരിവർത്തനക്ഷമമായ ഒരാൾക്കൂട്ടമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരാൾക്കൂട്ടമല്ല, ചിന്തിക്കുന്ന ഒരു സമൂഹം ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലെ പങ്കാളികളാണ് നിങ്ങളും, ഈ പുസ്തകം എഴുതിയ മീനയും, ഈ മറ്റ് ലേഖനങ്ങൾ, മീനയുടെ എഡിറ്റ് ചെയ്ത ജെൻഡർ ആൻഡ് മോഡേണിറ്റി ഇൻ കേരള എന്ന പുസ്തകത്തിലെ ലേഖനങ്ങൾ എഴുതിയ വിദ്യാർത്ഥിനികളും. എല്ലാവരും വിദ്യാർത്ഥികളാണ്, അധ്യാപകരും ഉണ്ട് അതിനകത്ത്. ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്, അപ്പോൾ എനിക്ക് ഒന്നാമത് ഈ ആദ്യം പ്രസംഗിക്കണമെന്ന് എനിക്കിപ്പോഴാണ് ബുദ്ധി ഉദിച്ചത്. വൈകി ഉദിച്ചൊരു വിവേകം. രാധാഷ എല്ലാം കയറി പറഞ്ഞു കളഞ്ഞ ആദ്യമേ. അപ്പോൾ എനിക്ക് ഒന്നുമില്ല പറയാൻ. ഞാൻ തന്നെ ആദ്യമേ സംസാരിക്കുമെന്ന് പറഞ്ഞൊരു അവധി ചാടിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നേ, അന്ന് മൗലികമായൊരു പുസ്തകവും മറ്റതൊരു എഡിറ്റഡ് വെർഷൻ. ഇത് രണ്ട് അക്കാഡമിക് പുസ്തകങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയതിൻ്റെ പ്രാധാന്യം ഞങ്ങൾ തമ്മിൽ നേരത്തെ സംസാരിച്ചിരുന്നതാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ്, കേരളത്തിൽ എന്തിനാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും വ്യാകരണം തിരുത്തി കൊടുക്കാനല്ല. അവൻ ഇംഗ്ലീഷ് അറിയാമെന്നും അവൻ്റെ എഴുത്തുകാർ മഹാന്മാരാണെന്നും പറയുന്നതിന് വേണ്ടി ആയിരുന്നു ഞാനും രാധാകൃഷ്ണൻ കോളേജിൽ പഠിച്ച കാലത്ത് ഞങ്ങളുടെ പ്രൊഫസർമാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ഭയങ്കര പേരുകളുള്ള ആളുകൾ, അവരൊക്കെ ചില ബ്രിട്ടീഷ് എഴുത്തുകാരൊക്കെ പേരില്ല ഇവരിവിടെ അറിയപ്പെട്ടിരുന്നത്. ഇവരുടെ ആവശ്യമൊന്നുമില്ല, അവർക്കറിയാം അവരുടെ സാഹിത്യം എന്താണെന്ന്. ഇനിയിപ്പോൾ ഏതെങ്കിലും ബ്രിട്ടീഷുകാരും പറഞ്ഞിട്ട് വേണം ഒ വി വിജയൻ, എം ടി വാസു എന്നാലും മഹാൻ എന്ന് മലയാളി അറിയാൻ? അല്ല, ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും ആവശ്യത്തിന് ഇംഗ്ലീഷിനെ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടത്തുന്നത്, അല്ലേ? ക്ലാർക്കുമാരെ സൃഷ്ടിക്കാനല്ല. നമ്മൾ ടീച്ചേഴ്സിനെ സൃഷ്ടിക്കുന്നത് ഇന്ത്യൻ കൾച്ചറിനെയും കേരളത്തിൻ്റെ കൾച്ചറിനെയും വീണ്ടെടുക്കുന്നതിനകത്തും അതിൻ്റെ കണ്ടിന്യൂറ്റീസിനെ, റപ്ചേഴ്സിനെ, അതിൻ്റെ ഹിസ്റ്ററിയെ ഒക്കെ വീണ്ടെടുക്കുകയും റീവിസിറ്റ് ചെയ്യുകയും റീഇമാജിൻ ചെയ്യുകയും ചെയ്യുന്ന പണ്ഡിതരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. ആ പണ്ഡിതരാണ് നാളത്തെ കുട്ടികളെ. ഇതാണ് അക്കാഡമികളുടെ ലക്ഷ്യം. ഞാനൊരു അക്കാഡമിയുടെയും ഭാഗമല്ല. എന്നാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സംഘവും നമ്മുടെ സർവകലാശാലകളും അതിവേഗത്തിൽ ഇതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വെള്ളി വെളിച്ചം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങനെ രണ്ട് പുസ്തകം പുറത്തു വരുന്നത്. കേരളത്തിൽ എത്ര അക്കാദമിക് സ്ഥാപനങ്ങളുണ്ട്? പ്രൊഫസേഴ്സ് വളരെ ഇരിപ്പുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോട് പലരും. എത്ര അക്കാദമിക് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ ബൗദ്ധിക ജീവിതത്തെ മാറ്റിമറിക്കുന്ന, അതിശയം ഉണ്ടാക്കിക്കുന്ന തരം അക്കാഡമിക് വർക്ക്സ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തിയ എത്ര അക്കാഡമിക് വർക്ക്സ് ഉണ്ട്? ഒന്നുമില്ല. അവിടെയാണ് ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രസക്തി. അതിന് ഞാൻ ഓറിയൻ ബ്ലാക്ക് സ്വാനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് ഹരീഷ് എൻ്റെ മുമ്പേ ഇരിക്കുന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരു അക്കാഡമിക് പബ്ലിഷർ അതാണ് ചെയ്യേണ്ടത്. ഈ അക്കാഡമിക്സ് വളരെ കുറച്ച് കോപ്പികളെ വിൽക്കൂ, വളരെ വലിയ വിലയുണ്ട്, അത് എല്ലാവർക്കും വാങ്ങണം. ഈ കുട്ടികൾക്ക് പോലും അത് വാങ്ങാൻ എളുപ്പമല്ല. പക്ഷേ ഇതിലെ ആശയങ്ങൾ നമ്മുടെ ചിന്തയുടെ പാരഡൈമുകളെ മാറ്റിമറിക്കും. അത് മാറണം. അതിന് സഹായിക്കുന്ന പ്രബന്ധങ്ങളുടെ സമാഹാരമാണ് ഈ രണ്ട് പുസ്തകങ്ങളും. ട്രാൻസ്ലേറ്റിംഗ് കേരളയും കൾച്ചറൽ ടേൺ ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നല്ലേ? കൾച്ചറൽ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. പണ്ട് ലിംഗ്വിസ്റ്റിക് ടേൺ ആയിരുന്നു. ലിംഗ്വിസ്റ്റിക് ടേണിൻ്റെ മറ്റേ സന്തതികളാണ് ഞാനൊക്കെ, അല്ല മീനത് ലിംഗ്വിസ്റ്റിക് ടേണിൻ്റെ ഇവർ കൾച്ചറൽ ടേണിൻ്റെ കാലത്തെ കുട്ടികളാണ്. അപ്പോൾ ഈ പഠനങ്ങൾ ഇംഗ്ലീഷിൽ എന്തിനെഴുതുന്നു? ഈ പുസ്തകങ്ങൾക്ക് ഞാൻ കാണുന്ന പ്രാധാന്യം ഇവ കേരളത്തെ മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല, ഒരു ഗ്ലോബൽ ഓഡിയൻസിന് മുന്നിൽ, പ്രത്യേകിച്ചും ഒരു പാൻ ഇന്ത്യൻ ഓഡിയൻസിന് മുന്നിൽ കേരളത്തെ പ്രൊജക്റ്റ് ചെയ്യുക കഴിയുക എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ മിടുക്ക്. ഇംഗ്ലീഷ് നമുക്ക് പ്രയോജനപ്പെടുന്നു. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന അതിനാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അതിനാണ്. ആഗോളീയമായൊരു സമൂഹത്തിന് മുന്നിലും അഖില ഭാരതീയവുമായൊരു സമൂഹത്തിന് മുന്നിൽ കേരളത്തെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മലയാളത്തിൽ എഴുതിയാൽ പോരാ, അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. അതിന് നിങ്ങൾക്കുള്ളൊരു മാർഗരേഖ മാത്രമാണ്. അപ്പം ഇനി എഴുതേണ്ട ആരാ? എന്നെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് PG കഴിയുന്നു, ഹൈദരാബാദിൽ പോകുന്നു, വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, ഫർദർ സ്റ്റഡീസ് നടത്തുന്നു. അവിടെയൊക്കെയും നിങ്ങൾ ഈ വെള്ളി വെളിച്ചത്തിൽ നിന്ന് കൊളുത്തിയെടുത്തിയ വലിയ ദീപശിഖകൾ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. ഇത് കേരള പഠനത്തിൻ്റെ ഒരു പുതിയ ഇംഗ്ലീഷ് മാതൃക അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ പുസ്തകം ഇതാണ്,
ട്രാൻസ്ലേറ്റിംഗ് കേരള. എനിക്ക് സവിശേഷ താല്പര്യമുള്ളൊരു വിഷയമാണ് ട്രാൻസ്ലേഷൻ. കാരണം നമ്മളൊരു ട്രാൻസ്ലേറ്റഡ് പീപ്പിൾ മാത്രമാണ്, വിവർത്തനം ചെയ്യപ്പെട്ട ജനതയാണ് മലയാളികൾ. നമ്മുടെ ഒന്നാമത്തെ പുസ്തകം തന്നെ ട്രാൻസ്ലേഷനാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരനും ട്രാൻസ്ലേറ്ററാണ്. ആരാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരൻ മലയാളികളുടെ? ബെന്യാമിൻ, അഖിൽ പി ധർമ്മജൻ, തുഞ്ചത്തെഴുത്തച്ഛൻ. അദ്ദേഹം അല്ല, ശൈലനാണോ? അപ്പം അപ്പം നമ്മൾ എഴുത്തച്ഛൻ എന്താ ചെയ്തത്? രാമായണത്തിനെയും ഭാരതത്തിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്തല്ലേ. അപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജസിലെല്ലാം ആദികാവ്യങ്ങൾ രാമായണത്തിൻ്റെ വിവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഭാരത വിവർത്തനങ്ങളാണ്. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറൽ ട്രാൻസിഷൻസിന് കൂടിയാണ് കാണിക്കുന്നത്. ഒരു പുസ്തകത്തിലെ ആശയങ്ങളോ കഥകളോ മെറ്റഫറുകളോ മറ്റൊരു ഭാഷയിലേക്ക് എടുത്തു വയ്ക്കലല്ല, സാംസ്കാരികമായൊരു വ്യതിയാനവും ഒരു പുതിയ സംസ്കാരത്തിൻ്റെ സൃഷ്ടിയും രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അഭിമുഖീഭവനവുമാണ് അവിടെ നടക്കുന്നത്. അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് നല്ല സംസ്കൃതമല്ല, അഭിമുഖീഭവിക്കുക എന്നാണ് ശരിക്ക് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞ് എനിക്ക് തെറ്റിയെന്ന് ആളുകൾ പറയും ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ച് മീനയുടെ ആ എസ്സേസിൽ എനിക്ക് സവിശേഷമായി ശ്രദ്ധിക്കേണ്ടത് ഫർദറായ ഗവേഷണങ്ങൾ നടത്തണമെന്നും എനിക്ക് തോന്നുന്നത് ട്രാൻസ്ലേഷൻസ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, പിന്നെ ജെൻഡർ ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ഈ വിഷയം, ഇത് രണ്ടും ഭാവിയിലെ സാഹിത്യ ഗവേഷണത്തിൽ, ഇത് മലയാള സാഹിത്യ ഗവേഷണത്തിലും ഹിന്ദി സാഹിത്യ ഗവേഷണത്തിലും എല്ലാ ഭാഷാ സാഹിത്യ ഗവേഷണങ്ങളിലും കടന്നു വരേണ്ട വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സെമിനൽ വർക്കാണ് കേരളത്തിൻ്റെ. ഇത് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അതിവിശാലമായ, നിങ്ങളാരൊക്കെ ഇല്ലേ വെനൂത്തി, മറ്റേ അതൊക്കെ അല്ലേ വലിയ സൈദ്ധാന്തികരില്ലേ, പേര് കേട്ടാൽ പഠിച്ചു പോകുന്ന ഒരുപാട് സാഹിബന്മാരൊക്കെ ഉണ്ട്. വെനൂത്തി, അങ്ങനെ ആരൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊരു ഇന്ത്യൻ മാതൃകയാണ്, കേരളീയ മാതൃക. അപ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഇത് കേരളത്തിൽ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളത്തിലും മറ്റ് ഭാഷകളിലും എല്ലാം ഉരുത്തിരിയേണ്ട കേരളീയമായ ഒരു പുതിയ വിജ്ഞാന ശാഖയെ സംബന്ധിച്ച ഒരു സെമിനൽ വർക്ക് എന്നുള്ള നിലയിലാണ് ട്രാൻസ്ലേറ്റിംഗ് കേരള എന്ന് പറഞ്ഞ പുസ്തകത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിക്കേണ്ടത്, ഇത് കൊണ്ടുവരുന്ന ആശയങ്ങൾ അനേകം ആശയങ്ങളുടെ ഈ അക്കാഡമിക് റൈറ്റിങ്ങിന് ഒരു പ്രശ്നമുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല. കോട്ടിന് ഇപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി അന്ന് തീസിൽ എഴുതിക്കൂടാ. ഉടനെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്ന് എന്നിട്ടിട്ട് അടിയിൽ നാഷണൽ ജോഗ്രഫിക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതിക്കൊള്ളണം. അല്ല, കൊട്ടേഷൻ ആണല്ലോ മൊത്തം. സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ഗൈഡുമാരെല്ലാം കൂടെ വെട്ടിത്തള്ളും. സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അനേകം കോട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ മൊസൈക്കാണ് ഈ പുസ്തകം. അതായത് നിലവിലുള്ള വിജ്ഞാനത്തെ മുഴുവൻ പ്രൊഫസർ മീന സ്വീകരിക്കുകയും അതിൽ നിന്ന് ഒരു കേരള വിവർത്തന പഠനത്തിൻ്റെ ഒരു പുതിയ വിജ്ഞാന ശാഖ തുടങ്ങുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ ഇതൊരു പുതിയ തരം തിയറൈസേഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആ തിയററ്റിക്കൽ പോളിമിക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ കാണേണ്ടത്. സൈദ്ധാന്തികമല്ലാത്ത പഠനങ്ങളൊക്കെ ഒരുതരം ഇംപ്രഷനിസം മാത്രമാണ്. അത് നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അത് ചില ആരൊക്കെ പുസ്തകം എടുത്ത് വെച്ചില്ലേ, ഓഹ് എൻ്റെ ഹൃദയത്തിൽ തൊട്ടെന്ന്. ഹൃദയത്തിന് പുസ്തകത്തിന് കയ്യും കാലും വല്ലതുമുണ്ട് കയറി തൊടാൻ. അങ്ങനെയല്ല, ഒരു വളരെ സൈദ്ധാന്തികമായി വേണം പുസ്തകത്തെ. ഇംപ്രഷനിസ്റ്റിക്കായിട്ടോ വൈകാരികമായിട്ടോ സമീപിക്കാവുന്ന ഒന്നല്ല പുസ്തകം. അതൊരു ഭൗതിക വസ്തു, അതാണ് ആശയങ്ങളുടെ ഒരു സമ്പുടം ആണ്. അപ്പോൾ ഒരു തിയറട്ടിക്കലായ ഒരു അടിസ്ഥാനത്തിൽ നിന്നുള്ള ഈ വ്യാഖ്യാനം. രണ്ടാമത്തെ പുസ്തകത്തിലെ മീൻ എഡിറ്റ് ചെയ്ത ജെൻഡർ ആൻഡ് മോഡേണിറ്റി. ജെൻഡർ എന്ന് പറയുന്നത് ഈ ലിംഗപദവി എന്നാണ് എൻ്റെ മലയാളം. നല്ല മലയാളം ലിംഗപദവി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ലിംഗപദവിയുടെ കുറിച്ചുള്ള വലിയ പഠനമാണ്. ഇനി നമ്മുടെ സ്ത്രീവാദ പഠനങ്ങളിൽ ഇന്ന് ഏറ്റവും അധികം വലിയ ഫാഷനബിൾ ആയിട്ടുള്ളൊരു ടൈമാണ്. ഞാൻ ഫാഷനബിൾ എന്ന് പറയുന്ന മോശം അർത്ഥത്തിലല്ല. നമ്മുടെ മലയാളികളുടെ ഒരു സൈക്കിൽ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്തോ മോശമെന്നൊരു അല്ലേ, വലിയ വേഷംകാരിയാന്ന് പറഞ്ഞാൽ എന്തോ മോശക്കാരിയാന്ന് പറയും. വളരെ ഫാഷനബിൾ ടൈമാണ് അത്. ഈ ഫെമിനിസ്റ്റ് പഠനങ്ങളിലൊരു പുതിയ മാർഗ്ഗമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനങ്ങളാണ് ഇതിനകത്ത് എല്ലാ പ്രബന്ധങ്ങളോടും അങ്ങനെ യോജിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. കാരണം ഇതിൽ പ്രബന്ധങ്ങൾ എഴുതിയ പലരും കേരള ചരിത്രത്തെക്കുറിച്ചും മലയാള സാഹിത്യത്തെക്കുറിച്ചുമുള്ള അവരുടെ ചരിത്രധാരണകളിൽ എനിക്ക് കാര്യമായ സംശയമുള്ളത് കൊണ്ടും എല്ലാ പ്രബന്ധങ്ങളോടും ഒരേ അനുകൂല മനോഭാവം എനിക്കില്ല. പക്ഷേ അവരുടെ അറ്റംപ്റ്റ് വളരെ നല്ലതാണ്. കാരണം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് ഞാൻ കുട്ടികളോടാണ് പറയുന്നത്, നമ്മളൊരു ആർഗ്യുമെൻ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു പ്രബന്ധത്തിൽ ആർഗ്യുമെൻ്റ് നമ്മളതിൻ്റെ ഏറ്റവും കോണ്ടംപററി ആയിട്ടുള്ള ആ വിഷയത്തിലുണ്ടായിട്ടുള്ള വികാസങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഒരു ആർഗ്യുമെൻ്റ് ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. പല ലേഖനങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദുലേഖയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ ഫൈൻഡിങ്സിനെയും കാണാതെയുള്ള ഒരു
രീതിയാണ്. ലേഖനത്തിലെ ആർഗ്യുമെൻറ്റുകളെല്ലാം എനിക്ക് തർക്കമില്ല. പക്ഷെ ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ ഏറ്റവും കണ്ടംപററിയായ പല കാര്യങ്ങളും കാണേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മോഡേണിറ്റിയെ നമ്മൾ വ്യത്യസ്തമായി കൂടി കാണേണ്ടതുണ്ട്. പലപ്പോഴും മോഡേണിറ്റിയെക്കുറിച്ച് ഞാൻ ഈ പ്രബന്ധങ്ങൾ എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ആ പുസ്തകത്തെ കൂടുതൽ അനുകൂലിക്കുന്നു. ഈ തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിലൂടെ എനിക്ക് എതിർപ്പൊന്നുമില്ല. മറുവശത്ത് പിന്നെ എല്ലാം കൂടി പ്രശംസിച്ച് അങ്ങനെ ഇനി ഇതിനപ്പുറം ഒന്നും ഉണ്ടാവില്ലെന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എതിർസ്വരങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നു പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും കൂടി എഴുതി പ്രബന്ധം നടത്തിക്കളയും. അപ്പോൾ അങ്ങനല്ല. അതിനകത്ത് എനിക്ക് ചില വിരുദ്ധാഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു തരുള്ളൂ. അപ്പം നമ്മൾ മോഡേണിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങളിലേക്കാണ് ഈ രണ്ട് പുസ്തകങ്ങൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഈ മോഡേണിറ്റിയെക്കുറിച്ചുള്ള കേരളത്തിലെ പഠനങ്ങൾ, ആധുനികത്വം, രാധാകൃഷ്ണൻ ആധുനികത എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഞാൻ ആധുനികത്വം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ആധുനികത നമ്മുടെ ലിറ്റററി മൂവ്മെൻറ്റിൻ്റെ പേരാണ്. അത് ആധുനികത്വം, നവോത്ഥാനം എന്നാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ടൈം. അപ്പം ഈ സത്യത്തിൽ അത് രാഷ്ട്രീയക്കാരാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. നവോത്ഥാന നായകർ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേകതരം വർഗ്ഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇല്ല അവർ. അപ്പോൾ ഈ നവോത്ഥാന നായകരൊക്കെയുള്ള പല പരിപാടികളും ഇങ്ങനെ നടക്കുക. റോഡിലൂടെയൊക്കെ പോകുമ്പോൾ അറിയാം നവോത്ഥാനത്തിൻ്റെ ഓരോരോ അലയിലക്കങ്ങൾ ഇങ്ങനെ വരുന്നത്. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ സമുദായ പരിഷ്കരണമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേണിറ്റി എന്ന് പറയുന്നത്, ജാതി പരിഷ്കരണം അതിൻ്റെ ഒരു വാതിൽ മാത്രമാണ്. അത് അനേകം വാതിലുകളുള്ള ഒരു മൾട്ടിറ്റ്യൂഡാണ്. എന്താ വാൾട്ട് വിറ്റ്മൻ പറയുമ്പോൾ ഒരു മൾട്ടിറ്റ്യൂഡ്സാണ് ഞാൻ. അപ്പോൾ കേരളത്തിൻ്റെ മോഡേണിറ്റി എന്ന് പറയുന്നത് അനേകങ്ങളായ ഘടകങ്ങളുണ്ട്. അതിന് പുസ്തകത്തിൻ്റെ നിർമ്മാണം, പള്ളികളുടെ നിർമ്മാണം, പള്ളിക്കൂടങ്ങളുടെ നിർമ്മാണം, അച്ചടിശാലകളുടെ നിർമ്മാണം, പത്രങ്ങളുടെ പ്രവർത്തനം, ഇതെല്ലാം ചേർന്നാണ് ആധുനിക മലയാളി സൃഷ്ടിക്കപ്പെട്ടത്. അതിനകത്ത് ഒരു വശം മാത്രമാണ് സമുദായ പരിഷ്കരണം, മറ്റൊരു വശമാണ് സാഹിത്യം. അങ്ങനെ വ്യത്യസ്തങ്ങളായ മോഡ്സുള്ള, പ്രകാരങ്ങളുള്ള, വ്യത്യസ്തങ്ങളായ വാതിലുകളുള്ള ഒരു മന്ദിരമാണ് നമ്മുടെ മോഡേണിറ്റി. ആ മോഡേണിറ്റിയെക്കുറിച്ചുള്ള പുതിയ രീതിയിലുള്ള പഠനങ്ങൾക്ക് ഈ പുസ്തകങ്ങളെ പ്രേരിപ്പിക്കുന്നു. കേരളത്തിലുള്ള പരമ്പരാഗത മോഡേണിറ്റി പഠനം സാമ്പത്തിക പഠനമാണ്. കേരള മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത് മുഴുവൻ ഇതുവരെ സാമ്പത്തിക പഠനം. ഈ സാമ്പത്തിക പഠനത്തിൽ നിന്നും സമുദായ പരിഷ്കരണ ചരിത്ര പഠനത്തിൽ നിന്നും ഇതിനെ മോചിപ്പിച്ച് സാഹിത്യ പഠനത്തിൻ്റെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു എംബ്രല്ല ടൈം പറഞ്ഞാൽ, സാംസ്കാരിക പഠനത്തിൻ്റെ മേഖലയിലേക്ക് മോചിപ്പിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ജെൻഡർ ആൻഡ് മോഡേണിറ്റിയുടെ പ്രത്യേകത. പ്രത്യേകിച്ചും അത് കൊടുക്കുന്ന ജെൻഡർ എന്ന് പറഞ്ഞ ഒരംശം കൂടി നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ മോഡേണിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരു അൺഫിനിഷ്ഡ് പ്രോജക്റ്റ് ആണ്. ഞാനൊരു വാക്ക് കടമെടുത്ത് ലോൺ വാക്കാണത് അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇതാര് പറഞ്ഞത്? ഹേബർമാസിൻ്റെ അല്ലേ, ഒരു ഹേബർമാസിയൻ യൂസേജാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു അൺഫിനിഷ്ഡ് പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ്. ഹേബർമാസ് പറഞ്ഞ അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, നമുക്ക് തുടരേണ്ടിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുവരെയുള്ള പഠന മാതൃകകൾക്ക് പകരം ബദൽ മാതൃകകൾ, അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ പിറകോട്ട് ഒരു ചുവടാൽ, വാമനൻ മറ്റേ ഒരു ചവിട്ടിയില്ലേ, അതുപോലെ ഒന്നോ രണ്ടോ ചുവടുകൾ കൊണ്ട് ഇതിനെ പിറകോട്ട് മറിക്കുന്ന പുത്തൻ ആധുനികത്വ പഠന മാതൃകകൾ കേരളത്തിൽ വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കുന്ന ഈ പുസ്തകങ്ങൾ. ഇവ അക്കാഡമിക് പ്രബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നും അക്കാഡമിക് രംഗത്ത് അക്കാഡമിക്സ് എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത്. ഇതിനെയാണ് സമൂഹം നിങ്ങൾക്ക് വലിയ ശമ്പളം തന്ന്, നിങ്ങളുടെ വലിയ സ്കോളർഷിപ്പുകൾ തന്ന്, സൗകര്യങ്ങൾ തന്ന് ഈ ജനാധിപത്യ സർക്കാരുകൾ നിങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ബൗദ്ധികമായ ഞങ്ങളെ പരീക്ഷിക്കുന്ന വായനക്കാരെയും പൊതുജനങ്ങളെയും ഈ പരീക്ഷയും ബൗദ്ധികമായി ഞങ്ങളെ കുലുക്കി ഉണർത്തുകയും ചെയ്യുന്ന പുസ്തകങ്ങളും പ്രബന്ധങ്ങളുമാണ് പുറത്തു വരേണ്ടത്. അല്ലാതെ ഞങ്ങൾക്കറിയാവുന്ന കാര്യം വീണ്ടും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന തരം താഴ്ന്ന പ്രബന്ധങ്ങളല്ല അക്കാഡമിക്സിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾക്കും ഡോക്ടർ പ്രൊഫസർ മീന ടി പിള്ളയ്ക്കും എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ഓറിയൻറ്റ് ബ്ലാക്ക് സ്വാനെ ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. കാരണം ഇത്തരം പുസ്തകങ്ങളാണ് കേരളത്തെക്കുറിച്ച് നമുക്ക് ആവശ്യം. അത് മലയാളത്തിലല്ല വരേണ്ടത്, ഇംഗ്ലീഷിലാണ് വരേണ്ടത്. കാരണം മലയാളിയെ എല്ലാ ട്രേഡ് യൂണിയൻ പ്രവർത്തനം കൊണ്ട് എല്ലാം മുടക്കുന്ന ഒരു ജനതയായല്ല നമ്മളെ ഇന്ത്യ അറിയേണ്ടത്. എന്താണ്, വളരെ സീരിയസ് ആയി ചിന്തിക്കുന്ന ഒരു ജനതയായിട്ടാണ്. മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് മീന ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്കെങ്ങനെ തുടങ്ങണം എന്നറിയില്ല. പക്ഷെ ഞാൻ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്ന കാലത്ത് ആണ് ആദ്യമായിട്ട് ഞാൻ നാട്ടിൽ പഠിച്ച ഒരാളായിരുന്നില്ല അന്ന്. അപ്പം പി ഗോവിന്ദപിള്ള സാറിനെ ആദ്യമായിട്ട് കാണുന്ന അങ്ങനെയാണ്. അവിടെ സക്കറിയ സാർ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് PG എന്ന് വരുന്നത്. അവിടെ ആദ്യമായിട്ട് ഞാൻ കൾച്ചർ ഓർഡിനറി ആണെന്നും
കൾച്ചർ ഈസ് റിട്ടൺ ഓവർ ബൈ ഡിഫറൻഷ്യൽ ലെയേഴ്സ് ഓഫ് പവർ എന്നും കേൾക്കുന്നത്. ആദ്യമായിട്ടത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പി ഗോവിന്ദപിള്ള സാർ പറഞ്ഞു തന്നിട്ടാണ്. ആ ഒരു അവിടെ നിന്ന് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൾച്ചറൽ സ്റ്റഡീസിലുള്ളൊരു ഫാസിനേഷൻ തുടങ്ങുന്നത്, കാലടിയിൽ നിന്നാണ്. അപ്പം ഇന്ന് MGR സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു വലിയ എൻ്റെ തന്നെ ഒരു വലിയ ജീവിത കഥയും കൂടി അതിനകത്തുണ്ട്. അവിടെ നിന്നുള്ള ഒരു യാത്രയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പം അതിനകത്ത് ശ്രീ MG രാധാകൃഷ്ണൻ, പി ഗോവിന്ദപിള്ള സാറിൻ്റെ മകൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു വലിയ ചാരിതാർത്ഥ്യമായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഇന്ന് എനിക്ക് മറുപടി പ്രസംഗമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ഇൻറ്റേർണൽ ക്വാളിറ്റി സെല്ലിൻ്റെ ഡയറക്ടറുണ്ട്, പ്രൊഫസർ ഷാജിയുണ്ട്, ഞങ്ങളുടെ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിൻ്റെ വൈസ് ചെയർമാനുണ്ട് പ്രൊഫസർ ജയചന്ദ്രൻ. ഇവരെല്ലാവരും ഇവിടെ ഇരിക്കെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ ഫണ്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ക്വാളിറ്റി നന്നാക്കാൻ ഒരു സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റിലോ ഒരു സെൻറ്ററിലോ ക്വാളിറ്റി നന്നാവാൻ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരു കൂട്ടം നല്ല മിടുക്കരായ സ്കോളേഴ്സ് മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു 2 പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ ട്രാൻസ്ലേറ്റിംഗ് കേരള എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 വർഷ കാലയളവിൽ ഞാൻ പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളാണ്. അത് വീണ്ടും നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ ജെൻഡർ ആൻഡ് മോഡേണിറ്റി എന്ന ആ പുസ്തകം ഒരു പക്ഷേ ഒരു 2015 മുതൽ 2014 മുതൽ 2022 വരെ കേരള യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് ആകെ 4 കസേരയും ഒരു മേശയും, ആനുവൽ ബഡ്ജറ്റ് 5000 രൂപയോ 10000 രൂപയോ മാത്രമുള്ള ഒരു ചെറിയ സെൻറ്ററിൽ അവിടെ ധിഷ്ണാശാലികളായ ഒരു പറ്റം ചെറുപ്പക്കാർ കടന്നു വരികയും, ബർമിംഗ്ഹാം സ്കൂൾ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് പോലൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് എ ഫ്രാങ്ക്ഫർട്ട് മൊമെൻറ്റ്, ഇറ്റ് വാസ് എ ബർമിംഗ്ഹാം മൊമെൻറ്റ് ഫോർ മീ. കാരണം ഇത്രയധികം ശക്തിയുള്ള, അല്ലെങ്കിൽ ഇത്രയധികം അത് അവർക്ക് എല്ലാത്തിനോടും ഇറവറൻസ് ആയിരുന്നു. ജോബ്സനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാത്തിനോടും തീർത്തും നിഷേധത്തോടെയും എല്ലാത്തിനെയും വിമർശിച്ചും എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്തും ടോട്ടൽ ഇറവറൻസോടെ നോളജ് സിസ്റ്റത്തിനെ കണ്ടും ഒക്കെ തന്നെ ഞങ്ങളുടെ ഡിസ്കഷൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പുസ്തകമാണ് ഇത്. അതെനിക്കിവിടെ പറയണമെന്ന് തോന്നാൻ ഒരു കാരണം, ഇതിന് തൊട്ട് ഈ പല സാഹിത്യ ചർച്ചകൾക്കും പോകുമ്പോൾ നമ്മളൊക്കെ അധിക നാൾ ഇവിടെ ഉണ്ടാവില്ല, കാലഹരണപ്പെട്ടു പോകും എന്നെനിക്ക് തോന്നുന്നു. കാരണം പല പുസ്തക ഉത്സവങ്ങളും ഇപ്പോൾ വലിയ സ്പെക്ടക്കിൾസ് ആയിട്ട് മാറുകയാണ്. അത്തരമൊരു സ്പെക്ടക്കിൾ അല്ല ഇത്തരത്തിലുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള എൻഡേവർ എന്നെനിക്ക് തോന്നുന്നു. കാരണം വളരെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു 10 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു പുസ്തകം, ഒരു എഡിറ്റഡ് വോള്യൂം ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റിയത്. പക്ഷേ അതിൻ്റെ ഒരു റെക്കോർഡും കൂടിയാണ് ഇത് എന്ന് മാത്രം ഞാൻ പറയട്ടെ. അതിൽ സുചേത ശങ്കറുണ്ട്, ആര്യയുണ്ട്, മീര ചന്ദ്രശേഖരനുണ്ട്, മാളവിക അജയ്കുമാറുണ്ട്, ബെനീറ്റുണ്ട്, പലരും, ജോബ്സനുണ്ട്, മുരളിയുടെ എനിക്ക് തോന്നുന്നു വായിച്ചു കാണും അല്ലേ, ഹിസ്റ്ററി ഓഫ് ഡിസയർ ഇൻ കേരള, സെൻറ്റിലേറ്റിംഗ് എസ്സി. അപ്പം കേരളത്തിലെ ഒരു തൃഷ്ണയുടെ അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെയൊക്കെ ഒരു ഡിസയറിൻ്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് ചാപ്റ്റർ ആയിരുന്നില്ല അത്. ധാരാളം ഡിസ്കഷൻസും ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അത്തരത്തിലുള്ള ഒരു എന്താണ് ബ്ലിസ് ഇറ്റ് വാസ് ഇൻ ദാറ്റ് ഡോൺ ടു ബി അലൈവ് എന്ന് പറയുന്ന പോലെ ആ ഒരു ഡെക്കേഡ് എന്ന് പറയുന്ന ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും, ഇനി അങ്ങോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പുതിയ കുട്ടികൾ കടന്നു വരുന്നുണ്ട്, പുതിയ തലമുറയിലെ പുതിയ ജൻസി കുട്ടികളൊക്കെ എൻ്റെ മുമ്പിലിരിപ്പുണ്ട്. പക്ഷേ ആ 10 വർഷത്തെ ഒരു എന്നെ ഇത്രയധികം പിടിച്ചു കുലുക്കുകയും എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുകയും സ്വയം പണിതും ഇതിലൊരു തമാശ പറഞ്ഞോട്ടെ. അന്ന് ആ സമയത്ത് മാളവിക പറഞ്ഞ ഒരു ജോക്കാണ്, ഞാൻ 3 മണിക്കൊക്കെ ഈ കുട്ടികളെ വിളിക്കും, പാതിരാത്രി വെളുപ്പങ്കാലത്തൊക്കെ 3 മണിക്ക് വിളിക്കും, അത് നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവരിൽ പലരും ഇവരുടെ വേറെ ഗ്രൂപ്പ് കാണുമല്ലോ, അപ്പോൾ അതിൽ പറയും ഈ മാമിന് എന്തെങ്കിലും കൊടുത്തൊന്ന് ഉറക്കാതെ നമുക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാലഘട്ടത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് കൂടിയാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, രാജശേഖരൻ പറഞ്ഞൊരു കാര്യത്തിനോടും കൂടെ ഒന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എളുപ്പമായിരുന്നില്ല ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്തരം പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത്. അത് അത്ര എളുപ്പമുള്ള റിസർച്ച് ആയിരുന്നില്ല, എളുപ്പമുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നില്ല
PhD കുട്ടികൾ കേരളത്തെപ്പറ്റി റിസർച്ച് ചെയ്യാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പം അത് പല പല പടവെട്ടലുകളുടെയും പല പല കലഹങ്ങളുടെയും ഒക്കെ അവസാനം നേടിയെടുത്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വിജയങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇവർക്കൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ തന്നെ അത്തരം പഠനങ്ങളും അത്തരം റിസർച്ചും ചെയ്യാൻ പറ്റിയത് എന്നെനിക്ക് തോന്നുന്നു. അത് മീന ടി പിള്ള മോഡേണിറ്റി മാത്രമല്ല, മീന പിള്ള ഈസ് ഓൾസോ ആൻ അൺഫിനിഷ്ഡ് പ്രോജക്റ്റ്. ഇത് തുടരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന സ്കോളേഴ്സാണ്. കാരണം ഇതിനകത്ത് തുറന്നിട്ടിരിക്കുന്നത് ഒരു വലിയ ഹൊറൈസണാണ്. അതിൽ പലതും വളരെ സക്സൻ്റായിട്ട് വളരെ ബ്രീഫായിട്ട് ടച്ചപ്പ് ഓൺ ചെയ്യാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ തുടർച്ചകൾ നിങ്ങളിലൂടെ ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന കുട്ടികൾ ഇത് തുടരും എന്ന് തന്നെയുള്ള ഒരു വലിയ ഹോപ്പ് എനിക്കുണ്ട്. അത് ഞാൻ അൺഫിനിഷ്ഡായിട്ട് നിന്നുകൊണ്ട് തന്നെ അത് ഒരു പോസിബിളായിട്ടുള്ള ട്രജക്ടറീസ് അത് എടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ ഉള്ളൂ. ഒരു കാര്യം കൂടെ, രാധാകൃഷ്ണൻ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു വെളിച്ചപ്പാടിൻ്റെ ഭാര്യയെപ്പറ്റി. അവിടെ നിന്ന് നള്ളി ജമീലേക്കുള്ള ദൂരം അത് MT എന്നുള്ള ഒരു കഥാകൃത്തിൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഫിലിം ഡയറക്ടറിൻ്റെ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ മിസോജിനിയാണ് അത് പെടുത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അവരുടെ ജീവചരിത്രമായിരിക്കും ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ സെക്സ് വർക്കർ എന്ന് നമുക്ക് വായിച്ചുകൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് അതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്ന കുറച്ച് പേർക്കൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ 1-2 വരിയെങ്കിലും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഞാൻ ആദ്യം തന്നെ എൻ്റെ സുഹൃത്തും എൻ്റെ ഗൈഡുമായ മീനയെ ഈ 2 പുസ്തകങ്ങളുടെ പേരിൽ അഭിനന്ദിക്കുന്നു. 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പുസ്തക രചന വളരെ വ്യത്യസ്തമാണെന്ന് ഇപ്പോൾ രാധാകൃഷ്ണൻ സാറും രാജശേഖരൻ സാർ രണ്ടുപേരും പറഞ്ഞു. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഈ 2 പുസ്തകത്തിൽ നിന്നുള്ള ഓരോ എക്സ്ട്രാക്റ്റ് ഇതിൽ പുതിയ ഈ 4-year കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സാറ് പറഞ്ഞ ആ ട്രാൻസ്ലേഷൻ ആസ് അഡാപ്റ്റേഷൻ എന്നുള്ള പേരിലുള്ള ആ എസ്സെയാണ്. പക്ഷേ സാറ് നിർമ്മാല്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നെങ്കിലും ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ നമ്മൾ ആ സിനിമ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള രണ്ട് ചിത്രങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് നിർമ്മാല്യവും മറ്റേത് അഗ്നിസാക്ഷിയുമാണ്. അഗ്നിസാക്ഷിയാണ് ഞങ്ങൾ വെച്ചത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതെങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു ഇത് വരിക എന്നുള്ളത് ഞാൻ സാർ ഇത്രയും പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് വ്യക്തിപരമായിട്ടല്ല, പക്ഷേ പൊതുവെ അങ്ങനെക്കുറിച്ചൊരു ബോർഡിനകത്ത് ഐ വാസ് ജസ്റ്റ് അതിൻ്റെ ഒരു ബോർഡിൻ്റെ ഡയറക്ടർ ഇതായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വെച്ചില്ല. സത്യം പറയുകയാണ്, അതൊരു വലിയൊരു അനീതിയായിരിക്കാം. പിന്നെ രണ്ടാമത് ട്രാൻസ്ലേഷനെ കുറിച്ചുള്ള പുസ്തകത്തിനകത്ത് അൺക്യാനി യക്ഷി എന്ന് പറഞ്ഞൊരു എസ്സേ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജെൻഡർ സ്റ്റഡീസിനകത്ത് അതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ വെച്ചിരിക്കുന്നത് ഐതിഹ്യമാലയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതിനകത്ത് ഉള്ള കളിയങ്കാട്ട് നീലിയുടെ ഒക്കെയുള്ള ആ എക്സ്ട്രാക്ട്സും കൂടെ ആ എസ്സേയും കൂടെയാണ് പഠിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ യക്ഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ വിച്ചസിനെയൊക്കെ ബേണിംഗ് അറ്റ് സ്റ്റേക്ക് അതുമായിട്ട് ഈ അമേരിക്കയിലൊക്കെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പഠിക്കാം എന്നുള്ള രീതിയിലാണ് അത് വെച്ചത്. അപ്പോൾ കുട്ടികൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അത് വെച്ചത്. എന്തായാലും ഈ ടെക്സ്റ്റ് ഇത് ഇറക്കിയതിൽ മീനയ്ക്കും ഓറിയൻ ബ്ലാക്ക് സ്വാനും കൺഗ്രാജുലേഷൻസ്. ഈ പുസ്തകത്തിനെ ഈ മലയാളത്തിൽ ഈ അവാർഡ് കിട്ടണമെങ്കിലേ, അവാർഡ് തട്ടിപ്പരിക്കേൽക്കണമെങ്കിൽ ഈ മലയാളത്തിൽ പുസ്തകം എഴുതിയല്ലേ അവാർഡ് കിട്ടി. ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കൊന്നും ഒരിക്കലും മലയാളത്തിൽ അവാർഡ് കൊടുക്കില്ല. അത് കേരളത്തെക്കുറിച്ച് എഴുതിയാലും കൊടുക്കില്ല, മലയാളികൾ അങ്ങനെയാണ്. എന്നാൽ ഈ ട്രാൻസ്ലേറ്റിംഗ് കേരള എന്ന് പറഞ്ഞ പുസ്തകത്തിന് എസ് ഗുപ്തൻ നായരുടെ പേരിൽ, ഒരു മലയാള പ്രൊഫസറുടെ പേരിൽ കേട്ടോ അവാർഡ്, എസ് ഗുപ്തൻ നായരുടെ പേരിലുള്ള പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബ്ബ് കൊടുക്കുന്ന ഒരു സാഹിത്യ നിരൂപണ പുരസ്കാരമാണ്. അതിന് ഈ വർഷം പരിഗണിക്കപ്പെട്ട് അവാർഡ് കിട്ടിയിരിക്കുന്നത് മീനയുടെ ഈ ട്രാൻസ്ലേറ്റിംഗ് കേരള എന്ന് പറഞ്ഞ പുസ്തകമാണ്. സാധാരണ കേരളത്തിൽ പതിവില്ലാത്ത ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ എഴുതുന്ന പുസ്തകങ്ങൾക്ക്. പിന്നെ പ്രത്യേകിച്ച് അക്കാഡമിക്സ് എഴുതുന്ന പ്രൊഫസർമാർക്കൊന്നും അവാർഡ് കിട്ടാറില്ല സാഹിത്യം എഴുതിയാൽ. എന്താണെന്ന് അറിഞ്ഞൂടെ. സയൻസിന് വല്ലതും കിട്ടുമായിരിക്കും, സ്കോളർഷിപ്പൊക്കെ.
ഇംഗ്ലീഷിലൊന്നും കിട്ടി എനിക്ക് അറിഞ്ഞേ കൂടാ. അത് അയ്യപ്പ പണിക്കർക്ക് ആകെ കിട്ടിയിട്ടുള്ളൂ, അതൊക്കെ മലയാളത്തിൽ എഴുതിയതിനുമാണ്. അപ്പോൾ ആ ചരിത്രം കൂടെ തിരുത്തുന്ന ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരാഗതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ സ്വാഗതം ഞാൻ പറയാൻ നിന്നില്ല, കാര്യം രണ്ട് പുലികൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഞാൻ വിചാരിച്ചെന്നാൽ ഇനി കൃതജ്ഞതയെങ്കിലും കുറച്ച് സമയമെടുത്ത്, അതിനും ഇപ്പോൾ സമയമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഞാൻ പറയാൻ ഇതിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. രാജേഷ് സാറ് സംസാരിക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. കാര്യം ഇത് സഭാ TV ഇത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഇടുകയും ചെയ്യും. സാറിന് പേടിയില്ലാത്ത ആളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നമാകുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓറിയൻ ബ്ലാക്ക് സ്വാൻ്റെ ഇതിൽ നിന്ന് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു പുസ്തകം, കാര്യം മീൻ ടീച്ചറിനെ ആദ്യമായിട്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് ഒരുപാട് പുറകെ നടന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പുസ്തകം കിട്ടിയതിന് നമുക്ക് ഒരുപാട് സന്തോഷം. ഒപ്പം നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ രാജശേഖരൻ സാറ്, MG രാധാകൃഷ്ണൻ സാറ്, പിന്നെ നമ്മുടെ ഇതുപോലത്തെ ഒരു ഓദറിനെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം നമ്മുടെ എല്ലാ കാര്യത്തിലും അങ്ങേയറ്റം സപ്പോർട്ടാണ് ടീച്ചർ. ഏത് സമയത്തായാലും അത്രയും ഒരു നമ്മളോട് സഹകരിക്കുന്ന ഓദറിനെ കിട്ടിയതും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഇന്നിവിടെ കൂടിയേക്കുന്ന ഒരുപാട് പേര്, അത് ഇവിടെ എന്താ പറയുക, പേരെടുത്ത് പറയാൻ വയ്യ, എല്ലാവരെയും അറിയാവുന്ന ആൾക്കാരാണ്. നമ്മുടെ അധ്യാപകരായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലും മറ്റുള്ള കോളേജുകളിലുള്ള നമ്മുടെ റിസർച്ച് സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ ഇവിടെ ഈ പ്രോഗ്രാം ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ആൾക്കാർ, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.